ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. അതാ മുറ്റത്തൊരു മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി. സംശയമില്ല, മൈന തന്നെ. പണ്ട് നമ്മൾ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലെയോ പാഠപുസ്തകത്തിൽ പഠിച്ച ഒരു മലയാള പാഠഭാഗമാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ വേറൊരാൾ ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ എന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കാണുന്നത് ഡൊണാൾഡ് ട്രംപിനെയാണ്. ഹോർമുസ് സ്ട്രൈറ്റ് അഥവാ ഹോർമുസ് കടലിടുക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാ നാറ്റോ സഖ്യങ്ങളും ഓടിവായോ, എളുപ്പം വന്ന് ക്ലിയർ ചെയ്യോ, നിങ്ങളുടെ പടക്കപ്പൽ അയക്കേ, ചൈനയോട് പറയുന്നു, ബാക്കിയുള്ള രാജ്യങ്ങളോട് പറയുന്നു, നാറ്റോ അലൈസിനോട് പറയുന്നു, നിങ്ങളെല്ലാവരും പടക്കപ്പൽ അയക്കൂ, പടക്കപ്പൽ അയച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് പോരാടി നമുക്കത് തുരന്നെടുക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നിസ്സംഗമാണ്. അവർ നിസ്സംഗതയാണ് പ്രകടിപ്പിക്കുന്നത്. അവർ ഇയാളുടെ നിലവിളിക്ക് കാതോർക്കുന്നതേയില്ല. എന്തിനാണ് ഇത് തുടങ്ങാൻ വേണ്ടി രംഗത്തിറക്കിയ നെതന്യാഹുവിൻ്റെ AI ചിത്രമിട്ട് കളിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ട്രൂത്ത് സോഷ്യലിൽ ഒന്നും പറയാനില്ലേ നമ്മുടെ ട്രംപ് വച്ചമ്പിക്ക്? ഒന്നും മിണ്ടുന്നില്ല. പുള്ളി ഇതിനു വേണ്ടി നിലവിളിക്കുകയാണ്. ഓയിൽ വില ജൂലൈ 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്കെത്തി എന്നതാണ് സ്ഥിതിവിശേഷം. ഈ പറയുന്ന സംഗതി അത് ഗൗരവമാമിതം കൂടി വന്നാൽ ലോകത്ത് തന്നെ ഭയങ്കര സാമ്പത്തിക സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോഴാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഇറാനാകട്ടെ തന്ത്രപരമായി എല്ലാ രാജ്യങ്ങളുടെയും LPG കണ്ടെയ്നറുകളെ കടത്തിവിടുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും മാത്രമാണ് കടത്തിവിടാത്തത്. അതുകൂടാതെ തങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെയും ബാക്കി എല്ലാ രാജ്യങ്ങളും യഥേഷ്ടം ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്നുണ്ട്. ഇന്ത്യയുടെയും കടന്നു പോകുന്നുണ്ട്. അതൊന്നും ആരുടെയും തന്ത്രപരമായ ഇടപെടലോ വിരട്ടലോ ഭയം കൊണ്ടോ ഒന്നുമല്ല. ഈ വിഷയത്തെ കൾമിനേറ്റ് ചെയ്ത് അത് ഭയങ്കരമായി ഒരു കേന്ദ്രീകരിച്ച് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും കൂടി തങ്ങൾക്കെതിരെ തിരിയണ്ടെന്നും തങ്ങളുടെ ശത്രു ഇവർ രണ്ടുപേരും മാത്രമാണെന്നും ഇവരെ വേറിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് അതിൻ്റെ കൃത്യമായ സ്ട്രാറ്റജി എന്നുമുള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ 2 രാജ്യങ്ങളെ മാത്രം ബ്ലോക്ക് ചെയ്യുകയും ബാക്കി രാജ്യങ്ങളെ കടത്തിവിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ കടന്നുപോകലും കടത്തിവിടലുകളും ഇപ്പോൾ കത്തിപ്പടർന്ന് മറ്റൊരു നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ആ സാഹചര്യമാണ് ഇപ്പോൾ ഗൗരവമായി വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകാൻ ആരും തയ്യാറാകാത്തത്. നിലവിളി ശബ്ദമിടുമോ എന്ന് പണ്ട് ജഗദീഷ് ശ്രീകുമാർ ഇല്ല സിനിമയിൽ പറഞ്ഞ കോമഡി രംഗമാണ് ലോക പോലീസായ ട്രംപിൻ്റെ അവസ്ഥ കാണുമ്പോൾ തോന്നുന്നത്. ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കിറങ്ങി പുറപ്പെട്ട് 2 പേരും കൂടി കൂലിത്തല്ലുകാരനും ഗുണ്ടയും കൂടി ചേർന്ന് നടത്തിയ ആക്രമണത്തെ ഇപ്പം ലോകത്തുള്ളവരെല്ലാം കൂടി വന്ന് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് പുള്ളിയെ ജയിപ്പിച്ചു കൊടുക്കണം. അതാണ് പുള്ളിയുടെ ആവശ്യം. ഒന്ന് ആലോചിച്ച് നോക്കണേ.